ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടി ഒരു ഇളനീരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചൈന ഗ്രാസ്, അത് കുറച്ച് നേരമായി ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചത്. പഞ്ചസാര, പിന്നെ അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ്. പിന്നെ ഇതാണ് ചൈന ഗ്രാസ്, കണ്ടല്ലോ. പിന്നെ മിൽക്ക് മെയ്ഡ് വാങ്ങിയ പഞ്ചസാര, ഇത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് ഇളനീര് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യും. അപ്പോൾ ഞാൻ തേങ്ങേൻ്റെ എന്ന് പറഞ്ഞാൽ ഇളനീരിൻ്റെ വെള്ളവും ഉണ്ട് എടുത്തിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇളനീര് ഞാൻ എടുത്തിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഇളനീരിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് എന്നിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരുന്നേ. ഇളനീരിൻ്റെ വെള്ളത്തിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ചൈന ഗ്രാസ് നമുക്ക് അതിനെയൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരണം. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. ചൈന ഗ്രാസ് വെച്ച് അപ്പോൾ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലോണം മെൽറ്റായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം, സിമ്മിലാക്കിയിട്ട് ഇട വെക്കാം. അപ്പോൾ ഇപ്പുറത്തത് ഞാൻ കത്തിക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ പാലെടുത്ത് വെച്ച് കൊടുക്കും. അഞ്ഞൂറ് പാല്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഉരുകി വരുന്നുണ്ടോ നോക്കണമല്ലോ. നല്ല മെൽറ്റായിട്ട് വരണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളെ പാല് ഇളക്കി കൊടുക്കണം. പാല് പാട കെട്ടാതെ നോക്കണം നമുക്ക്. ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് ഞാൻ നോക്കട്ടെ മധുരം പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പോരാ, ഇത് മുഴുവൻ ഇടണം. അപ്പോൾ ഓക്കെ, എന്നാൽ മാത്രമല്ലേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പം എല്ലാം കൂടി അങ്ങ് ആയി വരട്ടെ. ഇത് നല്ല മധുരം വേണം, എന്നാൽ മാത്രമേ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവരെ അരിഞ്ഞ് വന്നോ നോക്കണ്ടേ. വേഗം കഴിയുന്ന പരിപാടിയാണ്, അധികം പണിയൊന്നുമില്ല ഇതിന്. ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്, തിളച്ചുന്നില്ല. പാൽ ഇവിടുന്ന് ചൂടാകുന്നുണ്ട്. അപ്പോൾ പാലിനെ നമുക്ക് ഇളക്കി കൊടുക്കാം.
ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ, ഒരുപാട് മധുരമൊന്നുമില്ല, പാകത്തിനേ ഉള്ളൂ മധുരം. ഇപ്പോൾ ചൈന ഗ്രാസ് ഇതാകെ ഇതായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഓഫാക്കി കണ്ടീഷനായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മളെ പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ ചൈന ഗ്രാസിനെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ പാൽ ഇതായിട്ടുണ്ട്. ചൈന ഗ്രാസിനെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്, അരിച്ചൊഴിക്കുന്നുണ്ട്. നമ്മളെ അരിപ്പേനെ കൊണ്ട് അരിച്ചൊഴിക്കാം, സ്പൂണിനെ കൊണ്ടാക്കിയിട്ട് വയ്ക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് വരുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്കപ്പാട് തീ ഓഫാക്കണം. തിളച്ച്, അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ കണ്ടീഷന് ഇനി നമുക്ക് വാങ്ങി വെക്കണം. ഇതിനെ വാങ്ങി വെച്ച് ഇനി അധികം ചൂട് തണിയുന്നതിനിടെ നമുക്ക് ഇളനീരിനയിലേക്ക് മാറ്റണം. ജനീഷെ പാട്ട് വെക്കല്ല, ഭയങ്കര ഒച്ചയാണ്. അപ്പോൾ ചൂട് തണിയുന്നതിനിടെ തന്നെ ഞാനിതാ ഇളനീര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കട്ടെ. അപ്പോൾ ഇതാ ഈ 2 പാത്രത്തിലാക്കിയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലെ ഈ ഇളനീര്, പിന്നെ ഞാൻ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും അതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യണം. നമുക്ക് കുറച്ചൊന്ന് ഉറക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ അപ്പാട് അടിയിലേക്ക് പോകൂലേ. അപ്പോൾ അതും കൂടിയായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഇതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. താഴോട്ടായി പോകുമെന്നറിയില്ല, നല്ലോണം ഉറച്ചിനില്ല, കുറച്ചേ ഉറച്ചിനുള്ളൂ, ശരിക്കും ഉറച്ചിനില്ല, ചെറിയ തോതിലേ അതിനുള്ളൂ ഉറച്ചിട്ട്. അപ്പോൾ അതാണ് ഉള്ളിലോട്ട് പോകും ചിലപ്പോൾ, ശരിക്കും ഉറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മേലെ ഇട്ടെടുത്ത് തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഏതായാലും ഞാൻ ഇട്ട് കൊടുക്കാം, നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ. ഉള്ളിലാണെങ്കിൽ ഉള്ളിൽ നമ്മൾ തിന്നുമ്പോൾ ഏതായാലും നമുക്ക് എടുക്കാമല്ലോ, അങ്ങനെയാകാം. മറ്റല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് എല്ലാവർക്കും ബോറടിക്കും. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇനി ഇളനീരിൻ്റെ ഇതും കൂടി ഞാൻ ആക്കട്ടെ. ഇളനീര് കുറച്ചേ ഉള്ളൂ, അതിൻ്റെ മേലെ ഇടാൻ ഒരുപാടൊന്നുമില്ല. അതിന് ഈ ഇളനീരിൻ്റെ കഷ്ണം ചെറിയ കുറച്ചേ ഉള്ളൂ, ഒരുപാട് കട്ടിയൊന്നുമില്ല, കാണുന്നില്ലേ, ചെറിയ കട്ടിയിലാണുള്ളത്, അധികമില്ല കഴിക്കാൻ. ബാക്കിയുള്ള ഞാൻ അരച്ച് ചേർത്തിനല്ലേ ഇതിൻ്റെ അകത്ത്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, എന്നാലേ ഇത് വെക്കും. അപ്പോൾ ഇത് എൻ്റെ പുഡിങ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാ ഗൈസ്, ഇളനീർ പുഡിങ് ഇത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വേണ്ടിക്ക് നമുക്ക് എടുത്ത് വെക്കാം. ഇതിപ്പം നോക്കുമ്പം കുറച്ച് നല്ല ഉറച്ച പോലെ കാണുന്നുണ്ട്. ഇതാ
നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കേട്ടോ. അപ്പോൾ ഇനി വേണ്ടിക്ക് നമുക്ക് കുറച്ചുകൂടി കട്ട് ചെയ്യാൻ വേണ്ടിക്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റാം വേണ്ടിക്കിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. നല്ല കണ്ടീഷനായി ഇതാ ഉറച്ചിട്ടുണ്ട്. ഇതാ തൊടുമ്പം ഇങ്ങനെ വിട്ട് വരുന്ന പോലെ കാണുന്നുണ്ടല്ലോ. ഇതാ ഇന്ന് വിടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാനുള്ള പാകത്തിനായിന് തണിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതാണിപ്പോൾ ഇത് കിട്ടാൻ കാരണം. അപ്പോൾ ഓക്കേ, ബൈ.